കഴിഞ്ഞ പ്രാവശ്യം അവരെന്നെ അടിച്ചപ്പോഴും അവരെന്റെ അടുത്ത് പറഞ്ഞത്, നീ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ അടിയുള്ളേ ഉള്ളൂ, നീ സ്ഥിരം പോലും അല്ല. അന്ന് തന്നെ എന്നെ പല പ്രാവശ്യം അടിച്ചിട്ടുള്ളപ്പോഴെല്ലാം അവർ ഇത് തന്നെ പറഞ്ഞത്. സംസാരിക്കാനുള്ള രീതിയിൽ വണ്ടി പിടിച്ചു നിർത്താനെന്നുള്ള രീതിയിൽ ചെന്നു. അതിനു മുമ്പേ വണ്ടി എറാന്ന് കൂടെ ഇരുന്ന ആള് പറഞ്ഞ് ഡ്രൈവർ സീറ്റിൽ വണ്ടി സ്റ്റാർട്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വണ്ടി നമ്മളെ ഇടിച്ച് എറിയാൻ വേണ്ടി നേരെ വരെ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടുകയും ആ പുള്ളിക്കാരനെ ഇടിച്ചെറിയുകയും ചെയ്തു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരസഭയിലെ ജീവനക്കാർക്ക് നേരെ ആക്രമണം. ഇന്ന് രാവിലെ പുലർച്ചെ 4 മണിയോടെയാണ് ഇരുട്ടിന്റെ മറവിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആക്രമിച്ചത് ഈ വേസ്റ്റ്, ഈ ഒരു ആമയിഴഞ്ചാൻ തോന്നിന് സമീപത്ത് വേസ്റ്റ് ഇടാൻ വന്നവരാണ് ഇത്തരത്തിൽ ജീവനക്കാരെ ആക്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊരു പ്രതിരോധം ഉണ്ടാകും. അത്തരത്തിൽ വേസ്റ്റ് ഒഴുക്കിക്കൂടാ എന്നത് തെറ്റാണ്. അങ്ങനെ ഓട്ടോയിൽ ഒരുപാട് ചാക്കുകെട്ട് വേസ്റ്റുമായി എത്തി ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇടാൻ ശ്രമിച്ചവരെ പിന്തിരിപ്പിച്ചപ്പോഴാണ് അവർ ഇത്തരത്തിൽ ജീവനക്കാർക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. 2 പേരാണ് ആക്രമണത്തിനിരയായത്. അതിൽ ഒരു വ്യക്തിയുടെ കൈ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായി. കൂടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ മലയാളി വാർത്തയോട് പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇത് നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്താണ് ആമയിഴഞ്ചാൻ തോട്ടില് മാലിന്യം കൊണ്ട് തള്ളണത് കണ്ട് അങ്ങനെ അവിടെ ഏത് വണ്ടിയാണെന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പം വണ്ടി ഇവര് ഇങ്ങോട്ട് ചീത്തയും വിളിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോയി. അങ്ങനെ ആ വണ്ടി ചേസ് ചെയ്ത് വന്ന് അവര് 2ാമത്തെ സ്റ്റെപ്പ് ഇവിടെ ഫ്രണ്ടിൽ ഒരു ടീ ഷോപ്പ് ഉണ്ട്, അവിടെ വന്ന് മാലിന്യം കളക്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് നമ്മൾ വണ്ടി കൊണ്ട് ചെന്ന് സംസാരിക്കാനുള്ള രീതിയിൽ വണ്ടി പിടിച്ചു നിർത്താനെന്നുള്ള രീതിയിൽ ചെന്നു. അതിനു മുമ്പേ വണ്ടി എറാന്ന് കൂടെ ഇരുന്ന ആള് പറഞ്ഞ് ഡ്രൈവർ സീറ്റിൽ വണ്ടി സ്റ്റാർട്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വണ്ടി നമ്മളെ ഇടിച്ച് എറിയാൻ വേണ്ടി നേരെ വരെ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടുകയും ആ പുള്ളിക്കാരനെ ഇടിച്ചെറിയുകയും ചെയ്തു. ഇടിച്ചെറിഞ്ഞ് പുള്ളി ബൈക്കിന്റെ അടിയിലാവേ ബൈക്കിന്റെ ടയറിന്റെ മേളിൽ കൂടെ ആട്ടോ ഓടിച്ച് കയറി, ഇത് ഫുട്പാത്ത് വഴി ഈ വണ്ടിയുടെ പുറത്തും കൂടെ ആയിട്ട് കയറി അങ്ങ് പോയി. ഓട്ടോയിലാണ് വന്നത്. അവർ 2 പേര്, അല്ലാതെ 2 പേര് വന്നു. അതാരാണെന്ന് നമുക്ക് അറിഞ്ഞു. ഇത് ഈ വണ്ടി ഇടിച്ചിട്ട് ആൾക്കാരറിയാം. അത് അറിഞ്ഞില്ല. എവിടെയാണ് നമ്മൾ ഇതിനകത്തായിരുന്നു. കാര്യങ്ങള് കൈ പൊട്ടലുണ്ട്. അതിനിപ്പോ എക്സ്റേ എടുത്ത് നോക്കണമെന്ന് കൂടെ പറഞ്ഞിരിക്കും. എന്നെ ഇതിനു മുമ്പേ അടിച്ചിട്ടുണ്ട്. ഈ ആൾക്കാർ എന്നെ എന്റെ തലയ്ക്ക് അടിച്ചിട്ടുണ്ട്. അതേപോലെ വേസ്റ്റ് ഇടാൻ വേണ്ടി വന്ന് ഇതേപോലെ ഇതേ കടയിൽ തന്നെ എടുത്തോണ്ട് നിൽക്കാൻ നമ്മള് ഇതേപോലെ ചെന്നതും ഇതേപോലെ അന്ന് എന്നെ അടിച്ച്. അന്ന് ഞാൻ ആട്ട പിടിച്ച് നിർത്തി. ആട്ട എടുത്തോണ്ട് പോകാൻ വേണ്ടി ഒരു വെപ്രാളം കൂട്ടിയിട്ട് ഒരാൾ കറങ്ങി വന്ന് എന്റെ മണ്ടയിൽ അടിച്ച്. അത് FIR ഇട്ട് അത് കേസ് കിടപ്പുണ്ട്. അത് പ്രശാന്ത് കണ്ണൻ എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു അന്നുണ്ടായിരുന്നത്, എന്നെ അടിച്ചത്. ഇപ്പൊ ഉണ്ടായിരുന്നത് സുരേഷ് എന്ന് പറയുന്ന ആളായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്, വണ്ടി ഇങ്ങനെ ഇടിച്ച് തെറിപ്പിച്ചത്. കൂടെ ഷമീർ എന്ന് പറയുന്ന അത് കേസ്. അത് പിടിച്ച് അവരെ പെറ്റി എന്തോ അടപ്പിച്ച് വിട്ടെന്ന് തോന്നുന്നു. ഇല്ല, അതിനുശേഷം അവർക്ക് ഒരു വൈരാഗ്യം ഉണ്ട് നമ്മളടുത്ത്. അതാണ് ഇന്ന് ഇങ്ങനെ ആയത്. അത് തന്നെ, അവരെ സ്ഥിരം കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതേപോലെ ഓടയിലും കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അത് ഓവറായപ്പോഴാണ് നമ്മളെ നൈറ്റ് ഡേ. അല്ല, ഇത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഇത് ആമയിഴഞ്ചാൻ തോട്, നമ്മളെ ഗണപതി അമ്പലം ഇല്ലേ, പഴവങ്ങാടി, അതിന്റെ നേരെ ഓപ്പോസിറ്റ് വശവും അല്ലാതെ ഇപ്പുറത്ത് ഐശ്വര്യ ഹോട്ടലിന്റെ വശവും ഇവരടിക്കും. അതില് ഇവര് എതിർവശം അടിച്ചാല് ഇത് ഒഴുകി വന്ന് നമ്മളവിടെയാണ് ഇതിന് തട വെച്ചിരിക്കുന്നത്, അവിടെ വന്ന് തങ്ങി നിൽക്കും. അപ്പം ഇത് മാറ്റേണ്ട ചുമതല നമുക്കാണ്. അപ്പൊ സാറന്മാരായാലും രാവിലെ നമ്മളടുത്ത് ചോദിക്കുള്ളൂ, നിങ്ങൾ ഇവിടെ ഡ്യൂട്ടിക്ക് ഇല്ലായിരുന്നോ, നിങ്ങൾ ഉറങ്ങിയ, ഇത് എന്തുകൊണ്ട് വന്ന് എന്നുള്ള. അതുകൊണ്ട് നമ്മൾ അതിർത്തി അല്ലെങ്കിൽ പോലും അപ്പുറത്തെ ഏരിയയും കവർ ചെയ്താണ് നിൽക്കുന്നത്. ഈ പഴവങ്ങാടി അമ്പലത്തിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ 2 സ്ഥലവും കാണാം. അങ്ങനെയാണ് ഇവര് ചാക്ക് വലിച്ചെറിയണ കണ്ടാണ് ഇന്നലെ നമ്മള് വണ്ടി നോക്കാൻ വേണ്ടി പോയത്. അപ്പോഴത്തേക്ക് അവർ വണ്ടി എടുത്ത് പോയി. അങ്ങനെ ആ വണ്ടി കറങ്ങി നോക്കുന്നതിന്റെ ഇടയിലാണ് 2ാമത്തെ സ്റ്റെപ്പ് ഇവര് കളക്ട് ചെയ്തപ്പോഴാണ് ഇവിടെ നിന്ന് നമ്മള്. അല്ല, വണ്ടി നിറയെ ആട്ട നിറയെ ചാക്കായിരിക്കും, മാലിന്യമായിരിക്കും. ആദ്യത്തെ അല്ല, ഒരു 10-20ഓളം ചാക്ക് അവര് വെള്ളത്തിൽ എറിഞ്ഞ് ആ സൗണ്ട് കേട്ടാണ് ഞാൻ നടന്നു വന്ന് എന്റെ കാക്കി കണ്ടുകൊണ്ടാണ് അവര് ചീത്തയും വിളിച്ചുകൊണ്ട് വണ്ടി എടുത്തോണ്ട് പോയി. അതിനുശേഷമാണ് നമ്മൾ ആ ചേട്ടന്റെ ബൈക്കിൽ നമ്മൾ കറങ്ങി വന്നപ്പോഴാണ് ഇവിടെ നിൽക്കുന്നവര്. ഇവിടെ നിന്ന് വീണ്ടും വണ്ടിയിൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ പോയതും ഇടിയിടാമെന്ന് പറഞ്ഞു, ബാക്കി ഇരുന്ന ആള് ഇടിയിടാമെന്ന് പറഞ്ഞു വണ്ടി. ഇത് കറക്റ്റ് 4:30. ഇവര് അർദ്ധരാത്രിയാണ് ഇറങ്ങണത്. ഇവിടെ ഉണ്ട്, ഈ നമ്മളെ ഈ വണ്ടി ഇടിച്ച സ്ഥലത്തുണ്ട്.
ഇനി പരാതിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിലവില് ആ പുള്ളിക്കാരനാണ് അപകടം പറ്റും. ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി. ആ പുള്ളിയുടെ ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ്. മുന്നോട്ട് പോവുകയാണ്. ആ പുള്ളിക്ക് കുടുംബം പുള്ളിയുടെ ഭാര്യ വന്നിട്ടുണ്ട്. പുള്ളി സ്ഥിര ജീവനക്കാരനാണ്, ഞാൻ താൽക്കാലികമാണ്. സ്ഥിരം ജോലിക്കാരനാണ്. പുള്ളി സ്ഥിര ആളാണ്, ഞാൻ താൽക്കാലികമാണ്. ഞാൻ കയറിയിട്ട് 9.5 വർഷമായി. അപ്പം ആ കഴിഞ്ഞ പ്രാവശ്യം അവരെന്നെ അടിച്ചപ്പോഴും അവരെന്റെ അടുത്ത് പറഞ്ഞത്, നീ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ അടിയുള്ളേ ഉള്ളൂ, നീ സ്ഥിരം പോലും അല്ല. അന്ന് തന്നെ എന്നെ പല പ്രാവശ്യം അടിച്ചിട്ടുള്ളപ്പോഴെല്ലാം അവർ ഇത് തന്നെ പറഞ്ഞത്. ഞാൻ അന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ട് ഈ കേസിന്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോഴെല്ലാം അവര് പറയണ ഇതാണ്, നീ ഇങ്ങനെ വന്ന് നിനക്ക് അടികൊള്ളാൻ വല്ല ഇതുകൊണ്ടാ എന്റെ അടുത്ത് സ്റ്റേഷനിൽ വെച്ച് ഇവര് കേൾക്കുകയാണ്, നിനക്ക് അടി കിട്ടി കഴിഞ്ഞാൽ നിന്റെ ഏതെങ്കിലും സാറന്മാര് വരുമോ, നിനക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടാ? പരാതിപ്പെട്ടിരുന്നു. അത് അപ്പോഴ് വലിയ നടപടിയായിട്ടൊന്നും പോയില്ല. അത് ഒരു പെറ്റി കേസിൽ എന്തൊക്കെ വണ്ടിയൊക്കെ ഇറക്കി കൊണ്ടുപോയി, പിടിച്ച വണ്ടി, സ്റ്റേഷനിൽ കിടന്ന വണ്ടി പെറ്റി കേസിൽ ഇറക്കി കൊണ്ടുപോയി. അങ്ങനെ കൊണ്ട് ഇതായി. അല്ല ഇല്ല, എന്റെ കാര്യം പറഞ്ഞു, ഇതിന് മുന്നേ എനിക്ക് ഇങ്ങനെ അടി കിട്ടിയിട്ടുണ്ട്, അപ്പൊ അതും പരിശോധിക്കാന്ന് പറഞ്ഞു സാറ്. പിന്നെ അതുമല്ലാതെ ഇപ്പൊ ഈ പുള്ളിയുടെ എല്ലാ ചികിത്സാ കാര്യങ്ങളും അതും ഇതുമെല്ലാം നോക്കാന്ന് പറഞ്ഞു. നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് നമ്മളെ സാറന്മാര് പറഞ്ഞ അനുസരിച്ച് നമുക്ക് ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ഇവരെ പേടിയും ഉണ്ട്, നമുക്ക് എന്നാൽ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. ഇതിന്റെ ഉത്തരവാദി നമ്മളാണ്. ആൾക്കാരെയൊക്കെ അറിയാം. കരിമടത്തുള്ളവരാണ്. കട നടത്തുന്നതല്ല, ഈ കടകളിൽ നിന്നും മാലിന്യം എടുക്കണത്, കളക്ട് ചെയ്യണതാണ്. ഈ ഓടയിൽ കൊണ്ടുവന്ന് തള്ളും, രാത്രിയിലെ മറവിൽ കൊണ്ടുവന്ന് തള്ളും. ഈ ഇടയ്ക്ക് ഒരു വണ്ടി പിടിച്ചായിരുന്നു, അതിൽ നിന്ന് പിച്ചാത്തി ഉൾപ്പെടെ കിട്ടിയായിരുന്നു. അത് ഓട്ടോ തന്നെ, അതിൽ നിന്ന് പിച്ചാത്തി ആയുധങ്ങളൊക്കെ കിട്ടി. അല്ല, അത് വണ്ടി പിടിച്ചതേ ഉള്ളൂ. അവര് വണ്ടി ഇട്ട് ആൾക്കാർ ഓടി രക്ഷപ്പെട്ടു, ആരെന്ന് പോലും കണ്ടില്ല. നമ്മൾ ചേസ് ചെയ്ത് വന്നപ്പോ വണ്ടി ഇടിച്ചാണ് നിർത്തിയത്. ഇടിച്ചു നിർത്തി അവരിറങ്ങി ഓടി. പിന്നെ വണ്ടി മാത്രമേ നമ്മൾ സീസ് ചെയ്തത്. അത് വണ്ടി കള്ള വണ്ടിയാണ്. വണ്ടി നമ്പരൊക്കെ വേറെ ആരെങ്കിലും പേരിനായിരിക്കും, അങ്ങനെയൊക്കെ. പരാതി അല്ല, സ്റ്റേഷൻ മുഖാന്തരമാണ് പരാതി പോയത്. മേയർ വിളിച്ചൊക്കെ സംസാരിച്ച് അങ്ങനെ. ഇല്ല നമ്മളെ ഒരു ഇതെന്ന് പറയുന്നത് ഇതാണ്. എന്നാലും നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. നമ്മള് സ്ഥിരക്കാരല്ല, അത് അവർക്കും അറിയാം. അത് അവര് മുതലെടുക്കണമുണ്ട്, ഈ അടിക്കാൻ പറഞ്ഞവര്. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണമുണ്ട് അവര്. പിന്നെ എന്റെ കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവര് കൊണ്ടുവരുന്നത് ഈ തേയില കൊത്ത്, കടകളിൽ നിന്നൊക്കെ എടുക്കണ ഈ ഇല, അങ്ങനത്തെ പന്നിക്ക് കൊടുക്കാനെന്നും പറഞ്ഞാണ് ഇവർ അവിടെ നിന്ന് കളക്ട് ചെയ്യണത്. കളക്ട് ചെയ്തിട്ട് ഇത് കൊണ്ടുവന്ന് ചാക്കുകളിലാക്കി ഉടക്കകത്തടിക്കും. ഇവിടെ നിന്ന് എടുത്ത് ഈ കടയിൽ നിന്ന് എടുത്ത് ഈ പോർട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ പോലും ഇല്ല, നമ്മളെ ആമേഴഞ്ചാം തോട്, അതിനകത്തോണ്ട് അടിക്കും. ഇവർക്കൊരു കടകളിൽ നിന്ന് ഒരു ചാക്കിന് 200-300 രൂപ വെച്ച് കിട്ടും. അങ്ങനെ ഒരു കടയിൽ നിന്ന് എടുക്കണ ഇന്നലെ എടുത്ത കടയിൽ 2 ചാക്കുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അവിടെ നിന്ന് തന്നെ 400 രൂപ അടുപ്പിച്ച്, 400-450 രൂപ അടുപ്പിച്ച് അവിടെ നിന്ന് കിട്ടും. അങ്ങനെ അല്ല, സംവിധാനമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കടക്കാര് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കോർപ്പറേഷന് അല്ല കുടുംബശ്രീക്ക് കൊടുക്കാം. ഇത് തരം തിരിച്ചു കൊടുക്കണം. അത് തരം തിരിച്ചു കൊടുക്കാനുള്ള മടി കാരണം എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് ഇവർക്ക് കൊടുക്കും. അവര് 200 രൂപ വാങ്ങിക്കുന്നത് ഇങ്ങനെ തരം തിരിച്ച് പ്ലാസ്റ്റിക് സെപ്പറേറ്റ് ആയിട്ട്, ഫുഡ് വേസ്റ്റ് സെപ്പറേറ്റ് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ്. അത് അവർക്ക് കൊടുക്കാതെ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് ഇവർക്ക് പൈസയും കൂട്ടി ഇവർക്ക് കൊടുക്കും. ഇവർ കൊണ്ടുവന്നാൽ അതോടെ തള്ളും. അല്ലാതെ അതിന് സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ടല്ല, സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ അവർ അതങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ചെയ്യാത്ത. അവർക്ക് എന്നാൽ ഇതുപോലെ കൊടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് ലൈസൻസ് കിട്ടാതാവൂലേ മേഡം. അതുകൊണ്ട് അവർക്ക് ഇതുപോലെ കൊടുത്തിട്ട് അതിന്റെ ഇത് വെച്ചിട്ട് കട നടത്തിയിട്ട് ഇവർക്ക് സാധനങ്ങൾ കൊടുക്കും.